സർക്കാരിനെ വിമർശിച്ച് CPI സർവീസ് സംഘടന ജോയിന്റ് കൗൺസിൽ ഇന്ന് രംഗത്ത് വന്നു. ചീഫ് സെക്രട്ടറിക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടും ചർച്ചയ്ക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഈ വിമർശനം ഉയർന്നത്. സർക്കാരിന് ജനാധിപത്യ മര്യാദയില്ലെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്ങൽ കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് വിളിച്ചില്ല. നമ്മൾ ചീഫ് സെക്രട്ടറിക്കാണ് നോട്ടീസ് കൊടുത്തത്. സാധാരണ ഈ ഭരണ തലവൻ എന്ന രീതിയിൽ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുക്കാറുള്ളത്. ചീഫ് സെക്രട്ടറിയെങ്കിലും ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതാണ്. അതായിരുന്നു ജനാധിപത്യ മര്യാദ. ആ മര്യാദ ഗവൺമെൻറ് കാണിച്ചില്ല. അത് എന്തെങ്കിലും അഭിമാന പ്രശ്നമെല്ലാം ഗവൺമെൻറ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും ഒരു സംഘടന പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ആ സംഘടനയെ ചർച്ചയ്ക്ക് വിളിക്കുകയും അവർ പറയാനുള്ളത് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യ രീതിയാണ്. അത് സർക്കാർ പാലിച്ചില്ല എന്നുള്ള വിഷമം നമുക്കുണ്ട്. തിരുവനന്തപുരത്ത് ആർ ശ്രീജിത്ത് തത്സമയം ചെന്ന്. ശ്രീജിത്ത്, ഹായ്. ശ്രീജിത്ത്, യഥാർത്ഥ ജോയിന്റ് കൗൺസിൽ ജയചന്ദ്രൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല, സാധാരണഗതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPIക്കാർ അടക്കി പിടിച്ചേ പറയൂ. ഇത് ഉറക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്തു പറ്റിയവർക്ക്? SKN മറ്റന്നാളാണ് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും പണിമുടക്കിന് ഈ നോട്ടീസ് നൽകിക്കൊണ്ട് ചീഫ് സെക്രട്ടറിയെ ജോയിന്റ് കൗൺസിൽ നേതാക്കൾ ജനുവരി 3 ഈ മാസം 3 കണ്ടിരുന്നു. സാധാരണ ഇത്തരത്തിൽ പണിമുടക്കിന് നോട്ടീസ് നൽകിയ സമരസംഘടനകളുമായി സർക്കാർ ചർച്ച നടത്താറുണ്ട്. ചർച്ചയിൽ അവരുടെ ഡിമാൻഡുകൾ പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കുകയും അങ്ങനെ ഒരു സമവായത്തിലെത്താനുള്ള ശ്രമം നടക്കാറുണ്ട്. എന്നാൽ ജനുവരി 3 ഈ ജോയിന്റ് കൗൺസിൽ പണിമുടക്ക് നോട്ടീസ് നൽകിയിട്ടും സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല. മറിച്ച് അവരുടെ പണിമുടക്ക് ദിവസം ഡയസ്റ്റോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവിറക്കാനുണ്ടായത്. ഇതാണ് CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിനെ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതികരണവും വിമർശനവുമായി രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചത്. സർക്കാരിന് ജനാധിപത്യ മര്യാദയില്ല എന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയും CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ ജയചന്ദ്രൻ കല്ലിങ്ങൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് 24-നോട്. മാത്രമല്ല, ഇത്തരത്തിൽ ജനാധിപത്യ മര്യാദ പാലിക്കാത്തതിന് സർക്കാരിന് എന്തെങ്കിലും അഭിമാന പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ ചർച്ചയ്ക്ക് വിളിക്കാത്തത് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇത്തരമൊരു പ്രതികരണം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല എന്നാണ് ജോയിന്റ് കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത്. മറ്റന്നാൾ ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള പണിമുടക്കുണ്ട്. ആ പണിമുടക്ക് ദിവസത്തിൻ്റെ പ്രതിപക്ഷ സംഘടനകളായ സെറ്റോയും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് സർക്കാരിനെ പ്രകോപിച്ചത്, ചർച്ചയ്ക്ക് വിളിക്കാത്തതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഡിസംബർ 10-11 തീയതികളിലാണ് ഈ പണിമുടക്ക് പ്രഖ്യാപനം CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ രാപ്പകൽ സമരത്തിൽ പ്രഖ്യാപിച്ചത്. അതിങ്ങോട്ട് ഇത്രയും ദിവസമുണ്ടായിട്ടും അവരെ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്തതാണ് CPI സംഘടനയെ കടുത്ത പ്രതികരണത്തിനും വിമർശനത്തിനും ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു ആർ ശ്രീജിത്ത്.